അടിപൊളി പടം വളരെ മോശമാണ്. സൂര്യയുടെ ഓവറായിപ്പോയി, വെറുതെ കോമഡി പോലെ ഉണ്ട്. ഭയങ്കര അവരാതെ കണ്ടിരിക്കണ നമ്മളെ കുഴപ്പമില്ല, ശോകമാണ്. മേക്കിങ് അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഓരോ ത്രെഡും പടം പോകുന്ന രീതി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് പോലും ഇല്ല. എന്തൊക്കെയൊക്കെ കാണിച്ചിരുന്നു, ഒരു ഹോളിവുഡ് ലെവലില് മേക്ക് ചെയ്തു, പക്ഷെ ശോകമാണ്. സൂര്യ പെർഫോമൻസ് വൈസ് ഓക്കെയാണ്, പക്ഷെ എങ്കിലും പറ്റത്തില്ല, എടുക്കാൻ പറ്റാത്ത ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്ന രീതിയിലാണ് മേക്ക്. എല്ലാം സൂപ്പർ ആയിരുന്നു. സൂര്യയുടെ ആക്ടിങ് കൊള്ളാം, ബോബി ഡിയോളും കൊള്ളാം, കാർത്തിയും സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പറഞ്ഞ ഒരിതില്ല. കുഴപ്പമില്ല, അഭിനയ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ. കൊള്ളാം, നല്ലതായിട്ട്. കങ്കുവ ഓക്കെ, ഫ്രാൻസിസ് പടം കുഴപ്പമില്ല ബ്രോ, കണ്ടൻ സൂര്യ കൊള്ളാം. ഇല്ല, മോശം പടം മോശം, കൊള്ളത്തില്ല, മോശം ചേട്ടാ പടം. ഇല്ല കൊള്ളൂല പടം. കണ്ടതില് ഈ ഇടക്കാലത്ത് കണ്ടതിൽ വെച്ച് വളരെ മോശപ്പെട്ട പടം. എന്താണ് അവരെന്താണ് ഉദ്ദേശിക്കണേന്ന് പോലും അറിയില്ല, വളരെ മോശം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ബിഗ് ബഡ്ജറ്റ് പടമാണ്, പക്ഷെ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ട് 2.5 മണിക്കൂർ സത്യം പയ്യ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, ഒരു ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. പൊളി, കൊള്ളായിരുന്നു, നന്നായിരുന്നു, എന്റർടൈൻമെന്റ്. സീനി പടം കണ്ട സീനാണ്. പടം കുഴപ്പമില്ല, കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെടും. രാവിലെ കുറെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും ഡയറക്ടറിന്റെ ഇത് മാത്രമേ ചെറുതായിട്ട് കുഴപ്പമുള്ളൂ. പിന്നെ സൂര്യയുടെ അഭിനയം ഒന്നും പറയാനില്ല, കൊള്ളാം. പിന്നെ നമുക്ക് ഇപ്പം ബോറായിട്ടൊന്നും തോന്നൂല. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് സംഭവം എന്നാണ് വെയിറ്റിംഗ്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമുക്കിപ്പം ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് നമുക്കൊരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു മൂവി ആയിട്ട് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. വലിയ രസമൊന്നുമില്ല, സൂര്യ മാത്രം കുറച്ച് രസമുണ്ട് കാണാൻ. പടം കുഴപ്പമില്ല, വേറെ നന്നായിട്ടുണ്ട്. സൂര്യ പടം പറഞ്ഞില്ലേ, ഓക്കെയാണ്, കണ്ടോണ്ടിരിക്കുക. അല്ലാതെ അങ്ങനെ ഭയങ്കര ഹൈപ്പ് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഡയറക്ഷനും അങ്ങോട്ട് തീരെ ഇതായിട്ടില്ല, എന്നാലും ഓക്കെയാണ്. കുറച്ച് സംഭവങ്ങൾ സൂര്യ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് പിന്നെ ആർട്ട് വർക്ക് കൊള്ളാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ വേറെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓവറോൾ ആവറേജ്, അത്രേ ഉള്ളൂ. കുറച്ച് ഫ്ലാറ്റ് ആയിപ്പോൾ, അങ്ങനെ ഗൂസ്ബം മൊമെന്റ്സ് ഒന്നും വല്ലായിട്ടില്ല. പിന്നെ പറഞ്ഞില്ലേ, കുറച്ച് പാസത്തിന്റെ സംഭവം, ശിവയുടെ സ്ഥിരം പരിപാടി കുറച്ച് അനാവശ്യ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു മൂവിയായിട്ട് മാറുമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലെ ആദ്യത്തെ കുറച്ചൊരു 20 മിനിറ്റ്സ് കുറച്ചെന്നല്ല, കുറച്ച് അധികം വെറുപ്പിലായിട്ട് തോന്നി. അനാവശ്യ കുറേ സാധനങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് കയറിയിട്ടുണ്ട്, അതിന്റെ കുറച്ച് മോശമുണ്ട്. അല്ലാതെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഓക്കെ. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, ഓവർലാപ്പിന്റെ ആവശ്യമില്ലായിരുന്നു. ഒരുപാട് നിർദ്ദേശം നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, അതൊന്ന് കൊള്ളാം. രാവിലത്തെ ഒരുപാട് മോശം റിവ്യൂസ് കേട്ടായിരുന്നു, പക്ഷെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു ഓളത്തിൽ ആർക്കും ഒന്നും അറിയാൻ പറ്റാത്തുള്ളതായിരിക്കും. പക്ഷെ ഇപ്പൊ കണ്ടതിന് മിക്കവരും നല്ല റിവ്യൂ ആണ് പറയുന്നത്. അടിപൊളിയായിരുന്നു. ഒരു 2 വർഷത്തിന് ശേഷം, നമ്മളിപ്പോ 3 വർഷത്തിന് ശേഷം സ്ക്രീനിൽ കാണാം. അടിപൊളിയായിരുന്നു. പടം കൊള്ളായിരുന്നു. രാവിലെ തൊട്ട് ഫുള്ള് നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് തന്നെയാണ് വന്നത്, പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒട്ടും കൊള്ളത്തില്ല, ഒരു ഇമ്പാക്ട് ഇല്ലായിരുന്നു പടം. ഒട്ടും എൻഗേജിങ് അല്ല, ഒരു ഇമ്പാക്റ്റും ഇല്ല. അത്രയില്ല, എങ്കിലും കണ്ടോണ്ടിരിക്കുക ഉണ്ടായി മതി പടത്തിന്. അത്ര എന്തൊക്കെയാ കാണിച്ചു വെച്ചിട്ടുണ്ട്. സൂര്യക്ക് വേണ്ടി കാണാം. സ്ഥിരം സാധനം, ശിവയുടെ സ്ഥിരം സാധനം. സൂര്യാണതിന്റെ കാരണം കുറച്ച് ബെറ്റർ ആണ്, അത്ര തന്നെ. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഉറങ്ങി, സെക്കൻഡ് ഹാഫ് ചിരിക്കാനേ ഉള്ള വായൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് സീരിയസ് ആണെങ്കിൽ ചിരിക്കാം, അത്രേ ഉണ്ട് പറയാം. ഒന്നും പറയല്ല കേട്ടോ, മടുത്ത് ഇറങ്ങിയതാണ്. അയ്യോ, ഇത് എന്ത് പടമാണോ? കിള്ളം പടമാണ്. ഇനി എന്തായാലും ഗോട്ടിനെ വേട്ടയാനെക്കാട്ടി ഈ പടം നല്ല സൂപ്പർ പടം. രാവിലെ തൊട്ട് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഒരു നോർമൽ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രം. അല്ലാതെ ഫാൻസിനൊക്കെ എന്താണ് വേണ്ടത്? അല്ല, ഫാൻസിന് വേണ്ട കാര്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഫാൻസിന് തന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് ഇറക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ
ഒരാളുടെ ഇഷ്ടം നോക്കി നമുക്ക് പടം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനത്തെ ഒരു തീമായിരുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പടം എടുത്തു. അല്ല ഇതിൽ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ശിവ ഇങ്ങനെ പണി, സൂര്യൻ വെച്ച് ഇങ്ങനെ പണി, അത് ശിവയ്ക്ക് പണ്ണണമെന്ന് തോന്നിയതുകൊണ്ട് ശിവ പണി, വേറെ ഒന്നും എനിക്ക് തോന്നുന്നു ഉണ്ട്. എല്ലാവർക്കും എന്ത് പറയാം, പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും ഒരു എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല, നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. കാരണം ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കങ്കുവ ശിവയുടെ ഇതിലെന്ന് വെച്ച്. പക്ഷെ എന്തായാലും അതത്ര വന്നില്ല. എന്തായാലും അത് ഓക്കെ ആയില്ല പടം.